മാടായി കോളേജ് നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ ചേരിതിരിവ് രൂക്ഷമാണ്. എം.കെ. രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും വീണ്ടും ഏറ്റുമുട്ടി. എം.കെ. രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ എത്തിയവരെ ഒരു വിഭാഗം തടഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും സലീം മാലിക് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകും. സജോ, ഈ KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇരുവിഭാഗം പ്രവർത്തകരും ഇന്ന് തെരുവിൽ ഏറ്റുമുട്ടിയത്. ഇന്ന് തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംഭവമാണ് ഈ ഏറ്റുമുട്ടൽ. പ്രതിപക്ഷ നേതാവിനെ കണ്ട് രാഘവൻ വിരുദ്ധർ പരാതിയൊക്കെ പറഞ്ഞതിന് ശേഷവും പ്രശ്നപരിഹാരമില്ല എന്ന് തന്നെയല്ല, അത് കൂടുതൽ സങ്കീർണമാവുകയാണല്ലേ? വിജയകുമാർ, കോൺഗ്രസിനകത്തെ പ്രത്യേകിച്ച് കണ്ണൂർ കോൺഗ്രസിനകത്തെ ആഭ്യന്തര കലഹം, തർക്കം കൂടുതൽ സങ്കീർണവും രൂക്ഷവുമാകുന്നു. ഇന്ന് തന്നെ 2 സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു 5 മണിക്ക് ശേഷം പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അതായത് ഇതുവരെ എം.കെ. രാഘവനെതിരായ നിലപാട് സ്വീകരിക്കുന്ന വിമത വിഭാഗം പ്രവർത്തകർ, നടപടി നേരിട്ടവർ അടക്കമുള്ള പ്രവർത്തകർ തെരുവിലിറങ്ങുകയും കോലം കത്തിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. ആദ്യമായാണ് എം.കെ. രാഘവനെ അനുകൂലിക്കുന്നവർ ഒരു പരസ്യ പ്രകടനമൊക്കെ ആസൂത്രണം ചെയ്ത് ഇന്ന് പഴയങ്ങാടി നഗരത്തിലെത്തിയത്. മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രകടനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. DCC ജനറൽ സെക്രട്ടറി ബ്രിജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രാഘവൻ അനുകൂലികൾ അവിടെ തമ്പടിച്ചത്. ഇതറിഞ്ഞാണ് എതിർവിഭാഗം, അതായത് രാഘവനെതിരെ ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധവും ഒക്കെ തെരുവിൽ സംഘടിപ്പിക്കുന്ന അച്ചടക്ക നടപടി അടക്കം നേരിട്ട വിമത വിഭാഗം നേതാക്കളും പ്രവർത്തകർക്കും ഇതറിഞ്ഞ് സംഘടിച്ചെത്തുകയും ഇവരുടെ പ്രകടനം തടയുകയും ചെയ്തു. അത് പിന്നീട് വാക്കുതർക്കവും ഏറ്റുമുട്ടലും, അതായത് തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കുകയും അതൊരു തെരുവ് യുദ്ധമായി വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ് പഴയങ്ങാടിയിൽ കണ്ടത്. പിന്നാലെ പോലീസ് എത്തി ഇരുവിഭാഗം പ്രവർത്തകരെയും 2 ഭാഗത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അവർ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം അടക്കമുണ്ടായി. അതായത് മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ ഇപ്പോൾ തന്നെ എം.കെ. രാഘവൻ ഒരു പക്ഷത്തും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എല്ലാവരും ഒരു പക്ഷത്തും, മറുവശത്ത് DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എതിർചേരിയിലുമാണ് നിലകൊള്ളുന്നത്. അങ്ങനെ കോൺഗ്രസിൽ, കണ്ണൂർ കോൺഗ്രസിനകത്ത് മാത്രമല്ല, കണ്ണൂരുകാരനായ കോഴിക്കോട് MP-യാണ് എം.കെ. രാഘവൻ. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ, വടക്കൻ മലബാറിലെ രാഷ്ട്രീയത്തിലടക്കം വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു. നേതാക്കൾ ഇരുവിഭാഗവും ഇരുചേരിയും അംഗീകരിച്ച് 2 പക്ഷത്തായി നിലകൊള്ളുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് തന്നെ അതൊരു രൂക്ഷമായ ഒരു ആഭ്യന്തര തർക്കമായി വളരുന്നു. എം.കെ. രാഘവൻ തന്നെ DCC പ്രസിഡന്റിനെയും DCCയുടെ നടപടിയെയും പരസ്യമായി തള്ളിപ്പറയുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ മാടായി കോളേജ് ഭരണസമിതിയുടെ ചെയർമാനാണ് എം.കെ. രാഘവൻ. അദ്ദേഹത്തോടൊപ്പമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ 5 പേരെ DCC സസ്പെൻഡ് ചെയ്തു. അതിനെ രൂക്ഷമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും എം.കെ. രാഘവൻ ചെയ്തു. അതിലെ ഒരു ഡയറക്ടർ ബോർഡ് അംഗം K. ജയരാജനെ ഇന്ന് വിമത വിഭാഗം പ്രവർത്തകർ, അദ്ദേഹം പയ്യന്നൂരിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കൺമുന്നിൽ വെച്ച് അവിടെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കണ്ടു. ഇതിനിടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തണുപ്പിക്കുക എന്ന നീക്കമുണ്ട്. അത് നേതാക്കളിലേക്ക് കൂടി ഗ്രൂപ്പിന് അതീതമായി പടരുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി അതീവ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്, സംഘടനാ പ്രതിസന്ധി രൂക്ഷമാണെന്നും വിലയിരുത്തുകയും ഈ ചർച്ചകളിലേക്കും സമവായത്തിലേക്കും ഒക്കെ പോകാനുള്ള തീരുമാനവും ഒക്കെ ഉണ്ട്. വിമത നേതാക്കൾ എന്ന് VD സതീശനെ കണ്ടിരുന്നു. പക്ഷേ അതിനിടെയും ഈ തെരുവ് യുദ്ധത്തിനും പരസ്യമായ സംഘർഷത്തിനും കലാപത്തിനും കുറവൊന്നുമില്ല. തെരുവ് യുദ്ധം തുടരുന്നതിനിടെയാണ് 3-അംഗ സമിതിയെ KPCC വിഷയം പരിശോധിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമായി നിയോഗിച്ചത്. സലീം മാലിക് അതിന്റെ വിവരങ്ങൾ നൽകും. സലീം, ഈ സമിതി എന്ത് ചെയ്യണം കണ്ണൂരിലെ വിഷയത്തിലെന്നാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്? വിജയകുമാർ, വളരെ വേഗത്തിൽ ഈ സമിതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവണം. അതിനുശേഷം ഒരേ സമയം ഈ വിഷയത്തിൽ എം.കെ. രാഘവന്റെയും ഒപ്പം പരാതിക്കാരുടെയും വെർഷൻസ് കേൾക്കാനാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്. KPCC വലിയ ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സജ്ജ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കണ്ണൂരിലെ മാത്രം വിഷയമായല്ല, അത് വടക്കൻ മലബാറിലാകെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസിനെയും ഒപ്പം തന്നെ വടക്കൻ മലബാറിലെ കോൺഗ്രസിനെയും വലിയ നിലയിൽ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വിവാദമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പരിധിക്കപ്പുറം കടക്കാതെ വളരെ വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് KPCC മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് KPCC തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ ആ വിഷയത്തിൽ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ സമിതിയുടെ അധ്യക്ഷനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒപ്പം അഡ്വക്കേറ്റ് K. ജയന്ത്, അബ്ദുൽ മുത്തലിബ് എന്നിവരെയാണ് സമിതിയിലെ മറ്റംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് കാരണം ഇരു കൂട്ടർക്കും സ്വീകാര്യരായ 3 നേതാക്കൾ എന്ന നിലയിലാണ് ഈ 3 പേരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യം ഇവർ പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം എം.കെ. രാഘവനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം
ഒരു അന്വേഷണമല്ല, അതിനപ്പുറത്തേക്ക് പ്രശ്നപരിഹാരത്തിന് ഒരു ഫോർമുല എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കാനാണ് KPCC നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമിതി 2 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ KPCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാകും മറ്റ് നടപടികൾ. KPCCയുടെ ഭാഗത്തുനിന്ന് ഇതിൽ എന്ത് നടപടി വേണമെന്നതുൾപ്പെടെ തീരുമാനിക്കുന്നത്. നിലവിൽ MK രാഘവനെയും ഒപ്പം തന്നെ വിമത വിഭാഗമായി നിലകൊള്ളുന്നവരെയും തള്ളിപ്പറയേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിലപാട്. വിജയകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു 3 അംഗ സമിതി ഈ വിഷയം പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കും. വഷളാകാതെ നോക്കുക എന്നതായിരിക്കും ഈ സമിതിയുടെ ദൗത്യം എന്നാണ് മനസ്സിലാകുന്നത്. സജോ ദേവസ്യയും സലീം മാലിക്കുമാണ് വിവരങ്ങൾ നൽകിയത്.